കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ച വാക്യത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എബ്രായ ലേഖനം 12-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതുമായ യേശുവിനെ നോക്കുക. തൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന സന്തോഷം ഓർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിൻ്റെ വലതുഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. ഞാൻ ഈ വാക്യം ഇന്ന് ഉച്ചകൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു സെക്ഷൻ കൊണ്ട് പ്രാർത്ഥിച്ച് പ്രസംഗിച്ച് തീർക്കാൻ പറ്റാത്തൊരു സബ്ജക്റ്റാണ്. ഒരു 2-3 ദിവസം കൂടെ മുമ്പോട്ട് പോയെങ്കിൽ മാത്രമേ നമുക്ക് ഈ കാര്യങ്ങൾ ഏകദേശം ചിന്തിക്കാൻ കഴിയുള്ളൂ. എങ്കിലും ഞാൻ ഇന്ന് ഉച്ചകൊണ്ട് ഈ സബ്ജക്റ്റ് നിർത്തുകയാണ്. ഇത്രയൊക്കെ സന്തോഷമുണ്ട്. ഇത്രയും സന്തോഷമുണ്ടോ നിർത്തുന്നത്? ഹല്ലേലൂയ. എനിക്ക് പിന്നാലെ ഒരാളുള്ളതുകൊണ്ട് ഞാൻ വഴി മാറുക. സ്തോത്രം. ഈ എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൽ നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ചത്, സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന ഭാവവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം എന്ത് ചെയ്യണം? ഓട്ടം എന്ന് പറയുന്നത് ലക്ഷ്യസ്ഥാനത്ത് എത്താൻ വേണ്ടിയാണ്. പക്ഷെ ലക്ഷ്യസ്ഥാനത്ത് എത്തണമെങ്കിൽ ചിലത് നമ്മൾ എന്ത് ചെയ്യണം? കളയണം. ചിലത് എന്ത് ചെയ്യണം? കളയണം. ഈ കളയേണ്ടത് എന്താണ് എന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. 1 ഭാരം, 2 പാപം. എൻ്റെ സബ്ജക്റ്റ് അതല്ല എങ്കിൽ ഞാൻ തൊട്ടിട്ട് ആ ഭാഗത്തേക്ക് ഞാൻ വരാം. നമ്മുടെ ഹൃദയത്തിൽ ഭാരം ഇരിക്കുന്നെങ്കിൽ നമുക്ക് ലക്ഷ്യസ്ഥലത്ത് എത്താൻ പറ്റത്തില്ല. ഭാരം പലതുണ്ട്, പല ഭാരങ്ങളുണ്ട്. നാളെ ഓർത്തുള്ള ഭാരമുണ്ട്. യേശു കർത്താവ് പറഞ്ഞു, നാളെ ഓർത്ത് നിങ്ങൾ എന്ത് ചെയ്യണ്ട? ഭാരപ്പെടേണ്ട. കാക്കകളെ നോക്കുവീൻ, അല്ലെങ്കിൽ പക്ഷികളെ നോക്കുവീൻ, അവ എന്ത് ചെയ്യുന്നില്ല? പറവകളെ നോക്കുവീൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ എന്ത് ചെയ്യുന്നില്ല. അവർക്ക് വേണ്ടത് തക്ക സമയം ദൈവം എന്ത് ചെയ്യുന്നു? കൊടുക്കുന്നു. അങ്ങനാണെങ്കിൽ നമ്മുടെ ദൈവം നമുക്ക് എത്ര അധികം തരും. അപ്പൊ നാളെ ഓർത്ത് ഭാരപ്പെടേണ്ടെന്ന് യേശു പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചിന്ത ഇങ്ങനെയാണ്: നാളെ എന്ത് ചെയ്യും, നാളെ എന്ത് ഉടുക്കും, നാളെ എന്ത് കഴിക്കും, നാളെ എങ്ങനെ ആയിരിക്കും. കർത്താവ് പറയുകയാണ്, ടെൻഷൻ വേണ്ട, ദൈവം നിങ്ങൾക്ക് വേണ്ടി കരുതി വച്ചിട്ടുണ്ട്. ചിലരുടെ ഭാരം അതല്ല. ചിലരുടെ ഭാരം മക്കളെ ഓർത്ത, അവരുടെ വിവാഹം അല്ലെങ്കിൽ അവരുടെ പഠനം, ഈ വിഷയങ്ങളെ ഓർത്ത. എന്നാൽ യേശു കർത്താവ് പറയുകയാണ്, നാളെ ചൊല്ലി നിങ്ങൾ വിലാപം കഴിക്കേണ്ട. സ്തോത്രം. തലമുറ ദൈവം തന്നിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ടതെല്ലാം പോക്കുവഴികളും ദൈവത്തിൻ്റെ പക്കലുണ്ട്. നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് ദൈവം നമുക്ക് വേണ്ടി സകലതും കരുതിയിട്ടുണ്ട്. യേശു അപ്പ സകലതും നമുക്ക് ഒരുക്കിയിട്ടാണ് നമ്മളെ ഈ ഭൂമിയിലേക്ക് വിട്ടത്. ഈ 10, 60, 80 വയസ്സ് വരെ ദൈവം നിങ്ങളെ പരിപാലിച്ചെങ്കിൽ ബാക്കി കാര്യം നിങ്ങളുടെ മക്കൾക്ക് വേണ്ടതും പരിപാലിക്കാൻ ആ ഗോഡൗണിനകത്ത് ഒന്നിനും കുറവില്ല. തക്ക സമയത്ത് നിങ്ങൾക്ക് വിളമ്പി തരാൻ എൻ്റെ യേശു മതിയായവനാണെന്ന് വിശ്വസിച്ചാൽ മതി. ഒരു ഭാരവും വേണ്ട. ആ ഭാരം നീക്കിയിട്ട് ഓടുക. ലക്ഷ്യസ്ഥാനത്തെത്തണം. നമ്മൾ ഇറങ്ങിത്തിരിച്ചത് ലക്ഷ്യസ്ഥാനത്തെത്താൻ വേണ്ടിയാണ്. ട്രാക്ക് തെറ്റരുത്. ഓടി ഒരിടത്ത് തെറ്റി വീഴരുത്. ആ ഫിനിഷ് പോയിന്റിൽ നമ്മൾ എത്തുമ്പോഴാണ് നമ്മുടെ തലയിൽ കിരീടം വീഴുന്നത്. പക്ഷെ നമ്മളെ ആ ഭാഗത്തേക്ക്, ആ ലക്ഷ്യസ്ഥാനത്തേക്ക്, ആ ഫിനിഷ് പോയിന്റിലേക്ക് നമ്മളെ എത്തിക്കാതിരിക്കാൻ പിശാച് കൊണ്ടുവയ്ക്കുന്ന 2 കാര്യങ്ങളാണ്. 1 ഭാരം, ഹൃദയത്തിനകത്ത് ഭാരം കൊണ്ടുവരിക, സഹോദരനുള്ള ഭാരം, കുടുംബത്തിലുള്ള ഭാരം, വേദന. ഇതൊക്കെ കൊണ്ടിടുന്ന എന്തിനറിയാമോ? നീ ലക്ഷ്യസ്ഥാനത്ത് എത്താതിരിക്കാനാ. നിനക്കൊരു പർപ്പസ് ഉണ്ട്. നിന്നെക്കുറിച്ച് ദൈവത്തിനൊരു പർപ്പസ് ഉണ്ട്. നിനക്കൊരു ലക്ഷ്യസ്ഥാനത്തുണ്ട്, ഒരു ഡെസ്റ്റിനേഷൻ ഉണ്ട്. ആ സ്ഥാനത്ത് നീ എത്താതിരിക്കാൻ പിശാച് നിന്റെ ഹൃദയത്തിൽ ചില ഭാരം കൊണ്ടിടും. ആ ഭാരം എന്തെങ്കിലും നമ്മുടെ അകത്ത് ഇന്ന് പകലുണ്ടെങ്കിൽ അതിനെ പറിച്ച് കളഞ്ഞിട്ട് വേണം ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ.
നമുക്ക് ഭാരമുണ്ടെങ്കിൽ, എനിക്ക് സണ്ണി പാസ്റ്ററുടെ ഭാരമുണ്ടെങ്കിൽ എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. എനിക്ക് എന്നോട് പാസ്റ്റർക്ക് ഒരു ഭാരമുണ്ടെങ്കിൽ പാസ്റ്റർക്ക് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല, ആരാധിക്കാൻ പറ്റത്തില്ല. പിന്നെ പാസ്റ്റർ ഇവിടുന്ന് എത്ര കൈയടിക്കാൻ പറഞ്ഞാലും ഇരുന്ന് കോട്ടോ ഇടുകയല്ലാതെ ഇരുന്ന് ഉറങ്ങുകയല്ലാതെ ഒരു രക്ഷയും എന്ത് ചെയ്യില്ല, ഇല്ല. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിന്റെ സഹോദരനോട് നിനക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് യാഗപീഠത്തിൽ ചെല്ലുന്നതിന് മുമ്പ് ആ യാഗവസ്തുവിനെ അവിടെ വെച്ചിട്ട് ആദ്യം പോയി നീ എന്ത് ചെയ്യണം? സഹോദരനോട് നിരപ്പ് പ്രാപിക്കണം. സഹോദരനോട് നിരപ്പ് പ്രാപിച്ചിട്ട് പിന്നെ വന്ന് നീ എന്ത് ചെയ്യണം? യാഗം കഴിക്കണം. സ്തോത്രം. അങ്ങനെ യാഗം കഴിക്കുമ്പോഴാണ് ആ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നത്. റൈറ്റ്? ഉണ്ടോ എൻ്റെ കൂടെ? ലക്ഷ്യസ്ഥാനത്ത് എത്തണം. ഇല്ലെങ്കിൽ നമ്മൾ പട്ടുപോകും. ആ കിരീടം നമുക്ക് ലഭിക്കാതെ പോകും. ഒളിമ്പിക്സിൽ ഓടുന്ന ഒരു വ്യക്തി ഓടി അങ്ങ് ചെല്ലുമ്പോൾ ആ ലക്ഷ്യസ്ഥാനത്ത് എത്തുമ്പോൾ അത്തിയില കൊണ്ടുണ്ടാക്കിയ കിരീടം തലയിൽ വയ്ക്കും. പക്ഷെ മണിക്കൂർ കഴിയുമ്പോൾ ആ അത്തിയില വാടിപ്പോകും. എന്ന പൗലോസ് അപ്പോസ്തലൻ ഇതേ ദർശനത്തോടെ പറയുകയാണ്, ഞാൻ ഓടി ലക്ഷ്യസ്ഥാനത്ത് എത്തുമ്പോൾ എനിക്ക് ഒരു കിരീടം കിട്ടും. അത് കിരീടം വാടാത്ത കിരീടം. ഒരാമേൻ പറഞ്ഞേ. നമുക്ക് എന്തോ ഉണ്ട്? നമ്മൾ ഈ പ്രതിസന്ധിക്കകത്ത് ഓടി 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 നമ്മൾ അങ്ങേ അറ്റത്ത് ചെന്ന് കഴിയുമ്പോൾ നമ്മളെ പേർ വിളിക്കുന്ന സമയത്ത് നമ്മുടെ തലയിൽ എന്തോ വെച്ച് തരും? പ്രത്യാശയുള്ളൊരു സ്തോത്രം പറഞ്ഞേ, ഒരു കിരീടം വെച്ച് തരും. പക്ഷെ ഒരു വിശുദ്ധനെ സംബന്ധിച്ച് കിരീടമല്ല വലുത്, കിരീടമല്ല വലുത്. നമ്മളെ സംബന്ധിച്ച് നമ്മുടെ കർത്താവാണ് നമുക്ക് വലുത്. ഹല്ലേലൂയ. പണ്ട് ഞങ്ങളുടെ കുട്ടിക്കാലത്തിലൊക്കെ, ആമേൻ, എപ്പോഴും കുട്ടിയാ, പണ്ട് ഞങ്ങളുടെ അപ്പച്ചന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട്, കുഞ്ഞുങ്ങളെ നിങ്ങൾ കഷ്ടപ്പെടുമ്പോൾ എന്ത് ചെയ്യും? പ്രയാസം സഹിക്കുമ്പോൾ എന്ത് ചെയ്യും? നിങ്ങൾക്കെല്ലാം കിരീടമുണ്ട്. വാക്യമുണ്ട്, പലതിനും പല വാക്യമുണ്ട്, ഓരോ കിരീടങ്ങളുണ്ട്. ആ കിരീടം എന്തിനാണെന്ന്, അതിൻ്റെ പർപ്പസ് എന്താണെന്ന് ബൈബിളിലുണ്ട്. ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. പക്ഷേ ഈ കിരീടമെല്ലാം വലുതാണെന്ന് കണ്ടുകൊണ്ട് ആരെങ്കിലും നിന്ദിച്ചാൽ എനിക്കൊരു കിരീടമുണ്ടല്ലോ, ആരെങ്കിലും എനിക്കെതിരെ രണ്ട് പണി തന്നാൽ കർത്താവ് എനിക്കൊരു കിരീടമുണ്ടല്ലോ എന്ന് ചിന്തിച്ച് ആശ്വസിക്കും. അപ്പോൾ ഈ കിരീടമാണ് നമ്മുടെ ഏറ്റവും വലിയ ഒരു ഇമാജിനായിട്ട് നമ്മുടെ അകത്ത് കിടക്കുന്ന കിരീടമാണ്. പക്ഷേ ഈ കിരീടവുമായിട്ട് വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ 24 മൂപ്പന്മാർ ഈ കിരീടം വെച്ചുകൊണ്ടിരിക്കുകയാണ്. തലയിൽ കിരീടമൊക്കെ വെച്ച് 24 മൂപ്പന്മാർ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് കർത്താവായ കുഞ്ഞാട് സിംഹാസനത്തിലേക്ക് ഒന്ന് കയറി വരിക. നിങ്ങൾ ആത്മാവിൽ നിന്ന് കണ്ടേ, കുഞ്ഞാട് സിംഹാസനത്തിലേക്ക് ഒന്ന് കയറി വരികയാണ്. കയറി വന്നപ്പോൾ 24 മൂപ്പന്മാരും വലിയ ആളാണെന്നും പറഞ്ഞ് എനിക്ക് കിരീടം കിട്ടി, ഞാൻ ആത്മാക്കളെ നേടി കിരീടം കിട്ടി, ഞാൻ കഷ്ടം സഹിച്ച് കിരീടം കിട്ടി, ഞാൻ പീഡ അനുഭവിച്ച് കിരീടം കിട്ടി, ഞാൻ തലകീഴായി ക്രൂശിക്കപ്പെട്ടു, അതുകൊണ്ട് എനിക്ക് കിരീടം കിട്ടി എന്നൊക്കെ പറഞ്ഞിങ്ങനെ മൂപ്പന്മാരിങ്ങനെ ഇരിക്കുമ്പോൾ, വലിയ ആളാന്ന് പറഞ്ഞിരിക്കുമ്പോൾ, ക്രിസ്തു ഇങ്ങനെ കുഞ്ഞാടറുക്കപ്പെട്ടവനായ ക്രിസ്തു ആ സിംഹാസനത്തിലേക്ക് കയറി വരുമ്പോൾ ഇവർ ചാടി എഴുന്നേറ്റിട്ട് അവരുടെ തങ്ങളുടെ കിരീടം ഊരി താഴെ വെച്ചിട്ട് ക്രിസ്തുവിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി കവിണ് വീണ്, കുഞ്ഞാടേ നീ യോഗ്യൻ, സകല ഭാഷയ്ക്കും ഗോത്രത്തിനും വംശത്തിനും യോഗ്യനായവനേ എന്ന് പറഞ്ഞ് കിരീടങ്ങൾ താത്തുവെച്ച്, കിരീടത്തെക്കാൾ വലിയ ഒരു സ്വത്തിനെ കിട്ടിയ ഒരു സന്തോഷം സ്വർഗത്തിലുണ്ട്. യേശു നമുക്കുണ്ടെങ്കിൽ സകലതും പൂർത്തിയാകും പ്രിയരെ. യേശു നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ സകലതും പൂർത്തിയാണ് പ്രിയരെ. അല്പം പ്രയാസം വരാം, അല്പം കഷ്ടം വരാം, നിന്ന വരാം, പരിഹാസം വരാം, ആക്ഷേപങ്ങൾ വരാം. പക്ഷെ ഇന്ന് പകൽ കിരീടത്തിനായി കാത്തിരിക്കുകയല്ല വലുത്, ക്രിസ്തുവിനായി ആ വെളിപ്പാട് പ്രാപിക്കുന്ന ദൈവ മക്കൾക്കായി സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. അത് ദൈവം തരുന്ന സമ്മാനമാണ് കിരീടം. പക്ഷെ സമ്മാനമല്ല നമുക്ക് വലുത്, അതിനേക്കാൾ വലുത് നമ്മുടെ ദാതാവിനെയാണ് നമുക്ക് വലുതായി കാണേണ്ടത്. ഇന്ന് പകൽ വിശ്വസിക്കുന്നെങ്കിൽ സ്തോത്രം ചെയ്യ്. ഇത് കിട്ടണമെങ്കിൽ ലക്ഷ്യസ്ഥാനത്ത് ചെല്ലണം, ഭാരം നീക്കണം, പാപം നീക്കണം. 2 കാര്യങ്ങൾക്ക് നീക്കുമ്പോഴാണ് നമ്മൾ ആ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നത്. ഇനി വായിച്ച വാക്യത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. പരിശുദ്ധ ആത്മാവ് ഇവിടെ നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിപ്പിച്ചത്, വിശ്വാസത്തോടു കൂടെ ഒരു വിഷയം കർത്താവിൻ്റെ കയ്യിൽ അങ്ങ് കൊടുക്കുമ്പോൾ കർത്താവ് അതിനെ എടുത്തിട്ട് പൂർത്തിയാക്കും. 5 അപ്പവും 2 മീനും കർത്താവിൻ്റെ കയ്യിലേക്ക് കൊടുത്തു കഴിഞ്ഞപ്പോൾ 5000-ലധികം പുരുഷാരത്തെ പോഷിപ്പിക്കേണ്ടതിന് കർത്താവ് ആ അപ്പവും
മീനും എടുത്തിട്ട് സ്വർഗത്തിലേക്ക് നോക്കി ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ച് വീതിച്ചാൽ കൊടുത്തു. കർത്താവ് ആ വിശപ്പ് പൂർത്തിയാക്കി. യേശു പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ ജനം വഴിയിൽ തളർന്നു പോകാൻ എന്തുണ്ട്? ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അവർക്ക് ഭക്ഷിപ്പാൻ എന്ത് ചെയ്യുക? ഈ 2 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന കൂടിയിട്ട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത് വിശപ്പോടാണ് പോകുന്നതെങ്കിൽ, പ്രാർത്ഥിച്ചിട്ട് നമുക്കൊരു കാര്യം നേടാൻ കഴിഞ്ഞില്ല, പക്ഷെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത് സന്തോഷത്തോടാണ് പോകുന്നതെങ്കിൽ, ബലത്തോടാണ് പോകുന്നതെങ്കിൽ, എനിക്കറിയാം ഇവിടെ പ്രാർത്ഥിച്ച ചിലരെ ഞാൻ ഇന്ന് രാവിലെ വാച്ച് ചെയ്തു. ഇന്നലെ കേട്ട വചനം പറഞ്ഞു പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി, അവരാ വചനത്തിൽ ഉറച്ചിട്ടുണ്ടെന്ന്. സ്തോത്രം. അങ്ങനെയെങ്കിൽ ആത്മാവിൽ ഞാൻ പറയുകയാണ്, വിശ്വാസത്തോട് അങ്ങ് കൊടുത്തോ. ഒന്നും കൊണ്ട് ഭാരപ്പെടേണ്ട. നിങ്ങൾക്ക് താങ്ങാൻ കഴിയാത്ത വിഷയമാകും, നിങ്ങൾക്ക് പരിഹരിക്കാൻ കഴിയാത്ത വിഷയമാകും. നിങ്ങൾ ദൈവത്തിൻ്റെ കയ്യിൽ അങ്ങ് കൊടുത്താൽ മതി. അത് വർദ്ധിപ്പിച്ച് പോഷിപ്പിച്ച് അമർത്തി കുലുക്കി ശേഷിപ്പോടുകൂടെ നമ്മുടെ കയ്യിൽ തരുന്നൊരു പൂർത്തീകരണം വരാൻ പോകുക. അത് ചർച്ച് കാണാൻ പോകുക, ചില കുടുംബങ്ങൾ അത് കാണാൻ പോകുക, വ്യക്തിപരമായി അത് കാണാൻ പോകുക. വിശ്വസിക്കുന്നവർ മാത്രം കരമടിച്ച് എൻ്റെ കർത്താവിനൊന്ന് സ്തോത്രം ചെയ്യുക. കരമടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. നിങ്ങളുടെ വീടിനകത്തൊരു പൂർത്തീകരണം സംഭവിക്കട്ടെ. നാളുകൾ കൊണ്ട് ഭാരപ്പെടുന്ന, നാളുകൾ കൊണ്ട് കരയുന്ന, നാളുകൾ കൊണ്ട് ഉപവസിക്കുന്ന, നാളുകൾ കൊണ്ട് നെടുവീർപ്പിടുന്ന വിഷയത്തിന്റെ മേൽ ഒരു പൂർത്തീകരണം യേശു അപ്പ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നു. ആ ദൂത്, ആ വെളിപ്പാട് നിങ്ങളൊന്ന് സ്വീകരിക്കുക. പാസ്റ്റർ പറഞ്ഞതായിട്ട് കേൾക്കാതെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്നതായിട്ട്, യേശു പറയുന്നതായിട്ട് ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തേ. ഇത് നിങ്ങളുടെ വിഷയത്തിൽ ഇനി നിങ്ങൾ ഈ വിഷയങ്ങൾ നടക്കാൻ ദൈവം അനുവദിക്കത്തില്ല. നാളുകളായില്ല ഇത് ചുമക്കാൻ തുടങ്ങിയിട്ട്. ഇനി ആ വിഷയം ചുമക്കാൻ ദൈവം അനുവദിക്കില്ല. ഞാൻ ആത്മാവി ഡിക്ലെയർ ചെയ്യുകയാണ്, പരിശുദ്ധാത്മാവി ഞാൻ പ്രവചിക്കുകയാണ്. ചില കുടുംബങ്ങളെ നോക്കി ഞാൻ പ്രവചിക്കുകയാണ്. ഇവിടെ ആരാധിക്കുന്ന ജനത്തെ നോക്കി ഞാൻ പ്രവചിക്കുകയാണ്. ചില വർഷങ്ങളായി നീ ചുമ്മിക്കൊണ്ട് നടക്കുന്ന, നിന്റെ കല്യാണം കഴിഞ്ഞ കാലം മുതൽ, കൊച്ചുണ്ടായ സമയം മുതൽ, ഒരു വീട് വെച്ച സമയം മുതൽ നീ ചിലത് ചുമ്മിക്കൊണ്ട് നടക്കുകയാ. ഇതുവരെ നീ പ്രതീക്ഷിക്കാത്തതാ. ഇതൊന്നും നീ ആഗ്രഹിച്ചതല്ല, ഇതൊന്നും നീ ജീവിതത്തിൽ സ്വപ്നം കണ്ടതല്ല. പക്ഷെ പലതും നീ ചുമ്മിക്കൊണ്ട് നടക്കുകയാ. എന്നാൽ അതിന്ന് പകലൊരു തീർപ്പ് കൽപ്പിച്ച് യേശു നിന്നെ പറഞ്ഞു വിടാൻ പോകുകയാ. യേശു നിന്നെ പറഞ്ഞു വിടാൻ പോകുകയാ. ഒരു പൂർത്തീകരണം വിഷയത്തിന്റെ മേൽ വെളിപ്പെടാൻ പോകുകയാ. ഒരു പൂർത്തീകരണം കർത്താവ് ചെയ്യാൻ പോകുകയാ. ഇനി ആ വിഷയത്തെ ഓർത്ത് നീ ഭാരപ്പെടേണ്ട, ആ രോഗത്തെ ഓർത്ത് നീ ഭാരപ്പെടേണ്ട, ആ കുഞ്ഞിനെ ഓർത്ത് നീ ഭാരപ്പെടേണ്ട, ആ സിവിയുടെ കാര്യം, ആ ജോലിയുടെ കാര്യം ഓർത്ത് നീ ഭാരപ്പെടേണ്ട. നീ ആഗ്രഹിക്കുന്ന പട്ടണം ഏതാ, നീ ആഗ്രഹിക്കുന്ന രാജ്യം ഏതാ, ഇന്ന് പകൽ ഈ ആലയത്തിൽ ഇരുന്നു കൊണ്ട് ആ രാജ്യത്തിന്റെ പേര് പറഞ്ഞ് പ്രാർത്ഥിക്ക്. നിന്റെ യാത്ര പൂർത്തിയാകാൻ പോകുകയാ. നിന്റെ കുഞ്ഞ് അനുഗ്രഹിക്കപ്പെടാൻ പോകുകയാ. നിന്റെ കുടുംബത്തിന് നന്മ ഉണ്ടാകാൻ പോകുകയാ. നിന്റെ ശുശ്രൂഷയിൽ ഒരു വെളിപ്പാട് വെളിപ്പെടുക. ഇന്ന് പകൽ ആത്മാവേ ചില പൂർത്തീകരണം നിന്റെ കുടുംബത്തിൽ കർത്താവ് ചെയ്യുന്നു. Hadamana hatanada rakamana hadamana diva rakamana hadamana divana divalkana dirivana. ഞാൻ പ്രവചിക്കുന്നു, ആത്മാവി പ്രവചിക്കുന്നു. ഞാൻ നിങ്ങളുടെ തലയിൽ കൈവയ്ക്കുന്നില്ലെങ്കിലും ഇന്ന് പകൽക്കാലം നിങ്ങളുടെ തലയിൽ കർത്താവ് പറഞ്ഞ് ദൂത് പറയുകയാണ്. വർഷങ്ങൾ കൊണ്ട് നിന്റെ കുഞ്ഞിന് വേണ്ടി കരഞ്ഞ മാതാവേ, വർഷങ്ങൾ കൊണ്ട് ഭർത്താവിന് വേണ്ടി കരഞ്ഞ സഹോദരി, ഇന്ന് പകൽക്കാലം വർഷങ്ങൾ കൊണ്ട് കരയുന്ന മാതാവേ, പിതാവേ, നിന്റെ മൂത്ത പെൺപൈതലിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന നിന്നോട് ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്, നിനക്കൊരു ഫോൺ കോൾ വരാൻ പോകുകയാ. അനുഗ്രഹത്തിന്റെ ഫോൺ കോള്. യേശു എനിക്ക് വേണ്ടി പ്രവർത്തിച്ചു എന്ന് പറയത്തക്ക നിലയിൽ ഒരു പൂർത്തീകരണത്തിന്റെ വിടുതൽ. ആത്മാവിൽ അത് ഏറ്റെടുക്കുക. പ്രാർത്ഥിക്കുന്നവരെ ആ ദൈവം അയച്ചേക്കുന്നത്. ഇന്ന് പകൽക്കാലം ആത്മാവിൽ അത് ഏറ്റെടുക്കുക. ഇതിനകത്ത് ഇന്ന് പകൽ ഇറങ്ങിപ്പോകുന്നത് നിന്റെ വീടിനകത്തെ അസ്വസ്ഥതകൾ മാറട്ടെ, നിന്റെ വീടിനകത്തെ ബന്ധനം അഴിയട്ടെ. നിന്റെ ഭർത്താവിനെ കെട്ടി മുറുക്കി വെച്ചിരിക്കുന്ന പൈശാചിക ബന്ധനം ഇന്ന് പകൽ അഴിയട്ടെ. വിശ്വാസത്തോടെ കൊടുത്താൽ മതി. പൂർത്തിയാക്കുന്നത് കർത്താവിന്റെ കരമാണ്.
വിശ്വാസത്തോടെ പറ, എൻ്റെ കൊച്ചിൻ്റെ കാര്യം പറ, എൻ്റെ കുഞ്ഞിന് വിവാഹം നടക്കണമെന്ന് പറ. യേശു അപ്പ അത് പൂർത്തി വരുത്താൻ പോകുകയാ, പൂർത്തിയാക്കാൻ പോകുകയാ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് ഒരു കാര്യം നമ്മോട് പറഞ്ഞാൽ കർത്താവ് അത് ചെയ്തിരിക്കും. യേശുവപ്പ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കർത്താവ് അത് ചെയ്തിരിക്കും. ചിലപ്പോൾ അതിന് ചില കാലതാമസങ്ങളൊക്കെ സംഭവിച്ചെന്നിരിക്കും. അത് ദൈവത്തിൻ്റെ പ്ലാനാണ്, ദൈവത്തിൻ്റെ പദ്ധതിയാണ്. നമ്മുടെ സമയമല്ല ദൈവത്തിൻ്റെ സമയം, നമ്മുടെ പരിപാടിയൊന്നും അല്ല. ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള ചില കാൽക്കുലേഷനുകളുണ്ട്. അത് നിവൃത്തിയാകുമ്പോൾ ദൈവം ആ കാര്യം നമുക്ക് വേണ്ടി ചെയ്യും. വിശ്വാസത്തിൽ നിങ്ങൾ മടുത്തു പോകരുത്. നിങ്ങൾ വിശ്വാസത്തിൽ എന്ത് ചെയ്യരുത്? മടുക്കരുത്. നമ്മളിൽ പലരും ആലയത്തിൽ ഇരിക്കുമ്പോൾ വിശ്വാസമുണ്ട്, വീട്ടിൽ കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ വിശ്വാസമുണ്ട്. ഇത് കഴിയുമ്പോൾ നമുക്കെന്തില്ല? എന്നെ ഉൾപ്പെടെ ഞാൻ പറയുന്നത്. ചോദിക്കൂ, അയ്യോടിയ നടക്കുമോ? അത് കിട്ടുമോ? അല്ലെങ്കിൽ ആ അനുഗ്രഹം ഉണ്ടാവുമോ? ഒരു ഡൗട്ട്. കർത്താവ് പറയുന്നു, അതിനെ എടുത്ത് എന്ത് ചെയ്യണം? ദൂരെ എറിയണം, വിശ്വസിക്കണം. ദൈവം നമുക്ക് അത്ഭുതം എന്ത് ചെയ്യും? യേശു നമ്മുടെ കൂടെ നടക്കുകയല്ലേ? യേശു നമ്മുടെ കൂടെ ഉണ്ടല്ലോ. സകലത്തെയും ആധിപത്യത്തെയും കീഴാക്കിയ കർത്താവ് നമ്മുടെ കൂടെ ഉള്ളപ്പോൾ ഹല്ലേലൂയ, പിന്നെ നമ്മൾ ഭാരപ്പെടേണ്ട കാര്യമില്ല. സ്തോത്രം. പ്രവാചകൻ പറഞ്ഞത് ബാല്യക്കാരൻ്റെ കണ്ണ് തുറക്കണമേ എന്ന്. കണ്ണ് തുറന്നപ്പോൾ കണ്ടത് എന്താ? അഗ്നിമയമായ രഥങ്ങളോടുകൂടെ ദൂതന്മാർ പട്ടണത്തിന് ചുറ്റും എന്ത് ചെയ്യുന്നു? നിൽക്കുന്നതാ. കണ്ണ് തുറക്കാതെ കണ്ടപ്പോൾ കണ്ടത് ആരാമ്യ പടക്കൂട്ടത്തെയാണ്. പക്ഷെ കണ്ണ് തുറന്നപ്പോൾ കണ്ടത് ആരാമ്യക്കാരെ അല്ല, ശത്രുവിനെ അല്ല. അവൻ കണ്ടത് എന്താണ്? ദൂതന്മാരെയാണ്. ഊരിപ്പിടിച്ച വാളുമായ അഗ്നിമയമായ രഥം പൂട്ടി നിൽക്കുന്ന ദൂതന്മാരെയാണ്. ഇന്ന് രാവിലെ ആത്മാവിൽ എത്ര പേർക്ക് അത് കാണാൻ കഴിയും? ദൂതന്മാരിറങ്ങി നിൽപ്പുണ്ടെന്ന് ഞാൻ ആത്മാവിൽ പ്രവചിക്കുകയാ. നിന്നെ തൊടാൻ, നിന്റെ കുടുംബത്തെ തൊടാൻ, നിന്റെ സമ്പത്തിനെ തൊടാൻ, നിന്റെ ആരോഗ്യത്തെ തൊടാൻ അനുവദിക്കാതെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ദൂതഗണങ്ങൾ നിനക്ക് ചുറ്റും ഉണ്ടെന്ന് ഞാൻ ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവിൽ പ്രവചിക്കുക. അതുകൊണ്ട് വിശ്വാസം വർദ്ധിപ്പിച്ചാൽ മതി. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നീ നോക്കിയാൽ മതി. ഹല്ലേലൂയ. ചലിക്കുന്നവർ ചലിക്കട്ടെ, ആത്മാവിൽ ദൂത് ഏറ്റെടുക്കട്ടെ. ഓ, നീ അഡ്വാൻസ് കൊടുത്തത് നിന്റെ കയ്യിൽ വരാൻ പോകുക നന്മയായി. ആമേൻ. നീ പ്രാർത്ഥിക്കുന്നത് നിന്റെ കയ്യിൽ വരാൻ പോകുക അത് നന്മയായി. അത് പൂർത്തിയാക്കാൻ പോകുക. നാളുകൾ കൊണ്ട് നീ ആഗ്രഹിക്കുന്ന ആ വിഷയം ദൈവം നിനക്കൊരു നന്മയായി നിന്റെ കയ്യിൽ കൊണ്ട് തരാൻ പോകുകയാണ്. ആമേൻ. അത് പൂർത്തിയാക്കാൻ പോകുന്നു. വിശ്വസിക്കുക. നിന്റെ കൊച്ചിന്റെ പഠനം ആരംഭിക്കാൻ പോകുന്നു. പാതി വഴി മുടങ്ങിപ്പോയ ഹല്ലേലൂയ വിദ്യാഭ്യാസം ദൈവം പൂർത്തിയാക്കാൻ പോകുന്നു. ഹല്ലേലൂയ പാതി വഴിയിൽ മുടങ്ങിപ്പോയ ഹല്ലേലൂയ ദൈവികമായ വിടുതൽ പൂർത്തിയാക്കാൻ പോകുന്നു. ഇന്ന് രാവിലെ പ്രവചിക്കുമ്പോൾ ആമേൻ പറയുന്നവരുടെ മേൽ ആ വചനത്തിന്റെ ശക്തി ക്രിയ ചെയ്ത് ഒരു വിടുതലോടെ നിങ്ങൾ പുറത്തു വരാൻ പോകുകയാ. ഹല്ലേലൂയ. എന്നെ ശ്രദ്ധിച്ച്, എബ്രായ ലേഖനം 11-ാം അധ്യായം വിശ്വാസത്തിന്റെ വലിയൊരു പട്ടികയാണ്. എബ്രായ ലേഖനം 11-ാം അധ്യായം പഴയ ഭക്തന്മാർ വിശ്വാസത്താൽ നേടിയ കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ലെങ്കിലും ഞാൻ 1-2 കാര്യങ്ങൾ പറയാം. 4-ാമത്തെ വാക്യത്തിൽ വിശ്വാസത്താൽ ഹല്ലേലൂയ ഹാബേലിനെ കുറിച്ച് കാണുന്നു. 5-ാമത്തെ വാക്യത്തിൽ വിശ്വാസത്താൽ ഹാനോക്കിനെ കുറിച്ച് കാണുന്നു. ആമേൻ. 7-ാമത്തെ വാക്യത്തിൽ വിശ്വാസത്താൽ നോഹയെക്കുറിച്ച് കാണുന്നു. അടുത്തത്
ആമേൻ 8-ാമത്തെ വാക്യത്തിൽ ആമേൻ വിശ്വാസത്താൽ അബ്രഹാമിനെ കുറിച്ച് കാണുന്നു. നോക്കുക, 10-ാമത്തെ വാക്യത്തിലേക്ക് 11-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ വിശ്വാസത്താൽ സാറായെ കുറിച്ച് കാണുന്നു. ഇനി അവിടുന്ന് അങ്ങോട്ട് വാഗ്ദത്ത സന്തതി ഇങ്ങനെ ജനിച്ചിങ്ങനെ പോകുമ്പോൾ 23-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ വിശ്വാസത്താൽ മോശയെ കുറിച്ച് കാണുന്നു. നോക്കുക, വിശ്വാസത്താൽ ആമേൻ 31-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ രാഗാവിനെ കുറിച്ച് കാണുന്നു. ഇനി 33-ാമത്തെ വാക്യം മുതൽ ഒന്ന് വായിച്ചേ. വിശ്വാസത്താൽ അവർ രാജ്യങ്ങളെ എന്ത് ചെയ്തു? അടക്കി. നീതി എന്ത് ചെയ്തു? നടത്തി. വാഗ്ദത്തം എന്ത് ചെയ്തു? പ്രാപിച്ചു. സിംഹങ്ങളുടെ വായ എന്ത് ചെയ്തു? അടച്ചു. തീയുടെ ബലം എന്ത് ചെയ്തു? കെടുത്തി. വാളിന്റെ വായത്തിലേക്ക് തെറ്റിപ്പോയി. ബലഹീനതയിൽ എന്ത് ചെയ്തു? ശക്തി പ്രാപിച്ചു. ആ ആ ആ ആ ആ വേറെ ചിലർ പരിഹാസം. പുതിയ നിയമത്തിലേക്ക് വന്നു. വേറെ ചിലർ പരിഹാസം, ചമ്മട്ടി, ചങ്ങല, തടവ് ഇവയാലുള്ള പരീക്ഷകൾ അനുഭവിച്ചു. കല്ലേറേറ്റു. ഈർച്ചവാളാൽ കയറി ഇറങ്ങി പരീക്ഷിക്കപ്പെട്ടു. വാളാൽ അവർ കൊല്ലപ്പെട്ടു. ബുദ്ധിമുട്ടും ഉപദ്രവവും ഒക്കെ എന്ത് ചെയ്തു? കഷ്ടവും സഹിച്ചു. അടുത്തത് ഈ ലോകം അവർക്ക് എന്തല്ലായിരുന്നു? ഒരു വിശ്വാസിക്ക് ഈ ലോകം എന്തല്ല? ഇവിടെ കമ്മ്യൂണിസ്റ്റ് ജയിച്ചാലും കോൺഗ്രസ് ജയിച്ചാലും നമുക്ക് എന്തല്ല? നീ ഒരു വിശ്വാസിയാണെങ്കിൽ നിനക്ക് ലോകം യോഗ്യമല്ല. പഴി, ദുഷി, കഷ്ടം, ഈർച്ചവാള്, ബുദ്ധിമുട്ട് ഇവയെല്ലാം ജീവിതത്തിൽ കയറി വരും. സ്തോത്രം. അപ്പോസ്തലന്മാർ എന്ത് ചെയ്യുന്ന അറിയാമോ? വിശ്വാസത്തിനു വേണ്ടി നിന്നപ്പോൾ ഈർച്ചവാളുകൊണ്ട് മുറിക്കപ്പെട്ടെന്ന് ഞാനൊരു പുസ്തകത്തിൽ വായിച്ചിട്ടുണ്ട്. റോമാക്കാരുടെ കാലഘട്ടത്തിൽ കർത്താവിന് വേണ്ടി വിശ്വാസത്തോടെ നിന്നപ്പോൾ സിംഹങ്ങളെ ആഴ്ചകൾ പട്ടിണി കിടത്തിയിട്ട് മുല കുടിക്കുന്ന കുഞ്ഞുങ്ങളെയും അമ്മയും എല്ലാം കൂടെ കൂട്ടിലേക്ക് വലിച്ചെറിയുമ്പോൾ ഒറ്റക്കടിക്ക് കുഞ്ഞുങ്ങളെ തിന്നുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഒരു മരത്തിന്റെ 2 കവുട്ട തമ്മിൽ കൂട്ടിക്കെട്ടിയിട്ട് ഒരു ഭക്തനെ തലകീഴായിട്ട് 2 തട്ടയിലും കെട്ടിവെച്ചിട്ട് കവുട്ട വെട്ടിവിടും. ശരീരം കീറിപ്പോവും. ആ കാലഘട്ടം ഉണ്ടായിരുന്നു. തടിയറക്കുന്ന വാളുകൊണ്ട് ഭക്തന്മാരെ അറുക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്ന് നമുക്ക് എന്തെങ്കിലും ഉണ്ടോ പ്രിയരെ? അതുകൊണ്ടാണ് നമ്മുടെ പ്രാർത്ഥന കുറഞ്ഞു പോകുന്നേ. പക്ഷെ ഇന്ന് പകൽ ആത്മാവി ഞാൻ പറയാം, വിശ്വാസത്തോടെ ഭക്തന്മാർ നിന്നപ്പോൾ ഇതൊന്നും ഭക്തന്മാരെ ബാധിച്ചില്ല. കർത്താവ് പൂർത്തിയാക്കി. സ്തോത്രം, 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 സ്തോത്രം. യേശുവിൻ്റെ ആത്മാവ് അകത്ത് വന്നപ്പോൾ, അതുകൊണ്ടാണ് പത്രോസിനോട് പറഞ്ഞ, പത്രോസെ നീ കോഴി കൂവുന്നതിന് മുമ്പ് 3 വട്ടം എന്ത് ചെയ്യും? തള്ളിപ്പറയും. 3 വട്ടം തള്ളിപ്പറയും. എൻ്റെ ഉണ്ടോ നിങ്ങൾ? 3 വട്ടം തള്ളിപ്പറയും. 3 വട്ടം യേശുവിനെ പത്രോസ് തള്ളിപ്പറഞ്ഞു. അറിയുന്നില്ല, ഞാൻ അവൻ്റെ കൂട്ടത്തിലുള്ള ആളല്ല, അങ്ങനെ ആരാ യേശു എന്നൊക്കെ പറഞ്ഞ് പത്രോസ് തടി തപ്പി. അവസാനം യേശു പത്രോസിനെ ഒരു നോട്ടം നോക്കിയപ്പോൾ പത്രോസ് അനുതപിച്ച് പൊട്ടി കരഞ്ഞു. കേവലം ഒരു പെൺകുട്ടിയുടെ മുമ്പിൽ, ഒരു പടയാളിയുടെ മുമ്പിൽ, ഒരു കാവൽക്കാരന്റെ മുമ്പിൽ ഇവനും ആ ഗണത്തിൽപ്പെട്ടവനെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവനെ അറിയുന്നില്ല എന്ന് പറഞ്ഞ് ന്യൂട്രി വലിഞ്ഞുപോയ പത്രോസ്. നോക്കുക, പ്രശ്നങ്ങളുടെ നടുവിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ വന്ന പത്രോസ്
നോക്കൂ, ഹേരോദാവിന്റെ തലകീഴുള്ള ക്രൂശീകരണത്തിന്റെ മുമ്പിൽ പത്രോസ് പതറാതിരുന്നത് ക്രിസ്തു അവന്റെ ഉള്ളിൽ വസിച്ചത് കൊണ്ടാ. ജീസസ്. മറ്റേ കർത്താവ് അവന്റെ കൂടെ നടന്നതാ. പത്രോസിന്റെ അകത്ത് പലപ്പോഴും യേശു കേറിയില്ല. പത്രോസ് യേശുവിന്റെ കൂടെ നടന്നു. ഞാനും ജോമോനും കൂടെ നടക്കുന്ന പോലെ ഫിസിക്കലി ഞങ്ങൾ കൂടെ നടക്കുക എന്നപോലെ യേശുവും പത്രോസും കൂടെ നടക്കുക. പക്ഷേ പലപ്പോഴും യേശു പത്രോസിന്റെ അകത്തില്ലായിരുന്നു. റൈറ്റ്? അതുകൊണ്ടാണ് യേശു പറഞ്ഞ, നീ എന്നെ അകലം വിട്ട് എന്ത് ചെയ്യുന്നു? അനുഗമിക്കുന്നു. പത്രോസ് നോക്കി ഈ പദം പറയുമ്പോ പത്രോസ് എന്താ ഗലീല വിട്ട് വേറെ കണ്ടാണോ? അല്ല, അവന്റെ ഒപ്പമുണ്ട്. കാലെ ചവിട്ടിയായ ഈ പത്രോസ് നടക്കുന്നേ, യേശുവിന്റെ തോളൽ ഇടിച്ച പത്രോസ് നടക്കുന്നേ. മനസ്സിലാവുന്നുണ്ടോ? എന്നിട്ട് കർത്താവ് പറയാം, നീ എന്നെ അകലം വിട്ടു നടക്കുകയാണ്. എന്താ കാര്യം? കൂടെ നടക്കുമ്പോഴും പത്രോസിന്റെ അകത്താരില്ലായിരുന്നു? യേശു ഇല്ലായിരുന്നു. പത്രോസിന്റെ അകത്ത് യേശു ഇല്ലാതെ വന്നതുകൊണ്ടാണ് പറഞ്ഞത്, നിനക്കത് സംഭവിക്കരുത്, ഞാനത് അനുവദിക്കത്തില്ല. അത് യേശു അകത്തുണ്ടെങ്കിൽ അവനത് പറയത്തില്ല. അതുകൊണ്ട് പത്രോസിനെ പിടിച്ചു മാറ്റി കൊണ്ടുപോയിട്ട് പോടാ സാത്താൻ എന്ന് പറഞ്ഞു. മനസ്സിലായോ? അതുകൊണ്ടാണ് ഈ പത്രോസ് യേശുവിന്റെ ഒപ്പം നടക്കുന്നുണ്ടെങ്കിലും യേശു അവന്റെ അകത്തില്ലാത്തത് കൊണ്ട് പടകി കയറി അക്കരയ്ക്ക് പോകുമ്പോൾ ക്ഷീണിതനായ യേശു തലയണ വെച്ച് ഉറങ്ങുന്ന സമയത്ത് കാറ്റ് വന്നപ്പോൾ, തിരമാല ആഞ്ഞടിച്ചപ്പോൾ, നാഥാ, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ല എന്ന് ചോദിച്ച ചോദ്യം ക്രിസ്തു അകത്തില്ലാതിരിക്കുന്ന പത്രോസാ. റൈറ്റ്? മനസ്സിലാവുന്നുണ്ടോ? അകത്തില്ലാതിരിക്കുന്ന പത്രോസാ ചോദിച്ചത്, നാഥാ, ഞങ്ങൾ നശിച്ചു പോകും, നിനക്ക് വിചാരമില്ലേ എന്ന്. യേശു ഇല്ലാത്ത പത്രോസാ ചോദിച്ചത്, ഞങ്ങൾ ഈ പടകും വലയൊക്കെ വിട്ട് നിന്നെ അനുഗമിച്ചു, ഞങ്ങൾക്ക് എന്നാ കിട്ടുമെന്ന്. അകത്ത് യേശു ഉണ്ടെങ്കിൽ പത്രോസ് ആ ചോദ്യം ചോദിക്കത്തില്ല. അകത്ത് യേശു ഉണ്ടെങ്കിൽ, നാഥാ, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ എന്റെ യേശുവിനെ വിചാരമില്ലാത്തവനാക്കി മാറ്റത്തില്ല. പലപ്പോഴും നമ്മൾ യേശുവിനെ വിചാരമില്ലാത്തവനാക്കി മാറ്റിയില്ലേ? ഞാൻ മാറ്റിയിട്ടുണ്ട് കേട്ടോ. ജീസസ്. കർത്താവിനെ ഞാൻ ചോദിച്ചില്ല, കർത്താവേ, അങ്ങ് പോലും എന്നെ കൈവിട്ടോ? ഹല്ലേലൂയ. നീ എന്നെ വിചാരമില്ലേ? എൻ്റെ കൊച്ചുങ്ങളെക്കുറിച്ച് തന്നെ വിചാരമില്ല. ഞാൻ ഉപവാസ പ്രാർത്ഥനയ്ക്ക് പോകുന്നു, ലേഡീസ് മീറ്റിങ്ങിന് പോകുന്നു, 3 ദിവസത്തെ ഉപവാസത്തിന് പോയിരുന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ചേട്ടത്തി കൊണ്ട് മേളത്തെ ആ 3 ഇടിക്ക് മേളിലാണ് താമസിക്കുന്നത്. അവൾ കനാനപ്പള്ളിയിലാണ് പോകുന്നത്. അവിടെ മക്കളെല്ലാം ഇപ്പോൾ അമേരിക്കയിലാണ്. എൻ്റെ പിള്ളേരുണ്ട് ഇതിൽ നടക്കുക. ചോദിച്ചിട്ടുണ്ടോ? വിചാരമില്ലാത്ത ചോദിച്ചിട്ടില്ലേ? കൈപൊക്കണ്ട. ചോദിച്ചിട്ടില്ലേ? പത്രോസ് അത്രയും ചോദിച്ചു. കാരണം എന്താ അറിയാം? അകത്താരില്ലായിരുന്നു. യേശുവിൻ്റെ കൂടെ പത്രോസ് എന്ത് ചെയ്തേ? നടന്നത്. പക്ഷെ പത്രോസിൻ്റെ കൂടെ നടക്കുന്ന അല്ല വിഷയം, യേശു അകത്ത് കയറുന്ന വിഷയം. റൈറ്റ്? ആമേ. അവസാനം യേശു കർത്താവിൻ്റെ ശിഷ്യനായ പത്രോസ് കർത്താവിൻ്റെ കൂടെ പലപ്പോഴും നടന്നു, പിന്മാറിപ്പോയി. യേശു അകത്തില്ലാത്തത് കൊണ്ടാണ് കടൽ തീരത്ത് ചെന്നിട്ട് ചോദിച്ചേ, പത്രോസ്, നീ എന്നെ സ്നേഹിക്കുന്നു? പലകയും കഴുകിക്കൊണ്ട് തലയാട്ടി പറഞ്ഞ, സ്നേഹിക്കുന്നു. ഞാൻ നിങ്ങളുടെ ഇടയ്ക്ക് പോയില്ല, നിങ്ങൾക്ക് സന്തോഷമാണെന്ന് ചോദിക്കും. നിങ്ങൾ സന്തോഷമാണ്. സത്യത്തിൽ സന്തോഷമുണ്ടോ? പത്രോസോട് യേശു ചോദിക്കുക, നീ എന്നെ സ്നേഹിക്കുന്നു പത്രോസ്? തലയാട്ടി. കർത്താവിന് മനസ്സിലായി ഈ ആൻസർ നല്ല ആൻസർ അല്ല. കർത്താവ് വിട്ടുകൊടുത്തില്ല. കർത്താവിനറിയാം ഞാൻ അവൻ്റെ ഉള്ളിൽ എന്തില്ല, ഞാൻ അവൻ്റെ ഉള്ളിലില്ല. ഇപ്പം അവൻ്റെ ഉള്ളിലിരിക്കുന്നത് വലയാണ്. ഇപ്പം അവൻ്റെ ഉള്ളിലിരിക്കുന്ന പെരുത്ത മത്സ്യക്കൂട്ടമാണ്. ഇപ്പം അവൻ്റെ ഉള്ളിലിരിക്കുന്ന ലോകമാണ്. ഇപ്പം അവൻ്റെ ഉള്ളിലിരിക്കുന്ന കുറച്ച് കാശുണ്ടാക്കണമെന്നാ. ഞാൻ അവൻ്റെ ഉള്ളിലില്ല. കർത്താവ് വിട്ടില്ല. കർത്താവ് നിന്നെ ചോദിച്ചു, എടാ കുഞ്ഞെ, എന്നോട് നോക്കടാ, എന്നെ സ്നേഹിക്കുന്നോ? എന്നിട്ട് കർത്താവിനോട് പറയാം, അതെ കർത്താവേ. കർത്താവ് വിട്ടില്ല. കർത്താവിന് ഇഷ്ടമുള്ളവരെ കർത്താവ് വിടത്തില്ല. ആമേൻ. പുറകെ നടന്ന് ശല്യം ചെയ്യും. എൻ്റെ അപ്പാടെ സ്നേഹം കണ്ടോ? അറിയുന്നില്ലെന്ന് പറഞ്ഞ് മുങ്ങിയ വാട്ടിയ കാതറുത്ത് മൽക്കിയാസിന്റെ കാതറുത്തിട്ട് അരണ്ട വെളിച്ചത്തി പുതച്ചോടിപ്പോയവനാ. യേശു അകത്തുണ്ടായിരുന്നെങ്കിൽ പടയാളിയുടെ കാതേശു പത്രോസ് അറുക്കത്തില്ലായിരുന്നു.
യേശു അകത്തുണ്ടായിരുന്നെങ്കിൽ മറ്റുള്ളവരെ ദ്രോഹിക്കത്തില്ലായിരുന്നു. യേശു അകത്തുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ കുറ്റം പറയത്തില്ലായിരുന്നു. യേശു അകത്തുണ്ടെങ്കിൽ മറ്റുള്ളവരെ കുറിച്ച് ഏഷണി പറയത്തില്ല. യേശു അകത്തുണ്ടെങ്കിൽ മറ്റുള്ള ബലഹീനത പൊക്കിപ്പിടിക്കത്തില്ല. യേശു അകത്തുണ്ടെങ്കിൽ മറ്റൊരു സഹോദരനോ സഹോദരിയോ ബലഹീനപ്പെട്ടു പോയാൽ അവന്റെ കുറ്റം ഫോൺ എടുത്തിട്ട് മറ്റുള്ളവർ പറയുകയല്ല, പകരം അവന് വേണ്ടി മുട്ടുമടക്കി പ്രാർത്ഥിക്കും. എന്റെ കൂട്ടു സഹോദരി നഷ്ടപ്പെട്ടു പോകല്ലേ അപ്പാ, എന്റെ സഹോദരൻ നഷ്ടപ്പെട്ടു പോകല്ലേ. അതാ യേശു അകത്തുള്ളവന്റെ ആത്മാവ്. ജോമോൻ ഒരു ആപത്തിനകത്ത് അല്ലെങ്കിൽ ഒരു തെറ്റിനകത്ത് അകപ്പെട്ടു പോയാൽ ഞാനതെൻ്റെ കണ്ണിൽ കണ്ട എൻ്റെ അകത്ത് യേശു ഉണ്ടെങ്കിൽ ഞാൻ പെട്ടെന്ന് ഫോൺ എടുത്ത്, ആൽവിനെ നീ ഒരു കാര്യം അറിഞ്ഞോടാ. എന്താ? എടാ നമ്മുടെ ജോമോൻ ഇങ്ങനെയൊക്കെ പറ്റിയടാ. ഞാൻ അന്നേരെ പറഞ്ഞതാടാ, ഞാൻ നേരത്തെ ചിന്തിച്ചതാടാ. സന്തോഷിക്കുക. പക്ഷേ എൻ്റെ അകത്ത് യേശു ഉണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്ന എന്താ അറിയാമോ? ഞാൻ ആൽവിനെ വിളിക്കുകയല്ല, ജോമോൻ അറിയുന്നില്ല, ഞാൻ എൻ്റെ വീട്ടിൽ മുട്ടുമടക്കി അപ്പായോട് പറയാം, അപ്പാ നിനക്ക് വേണ്ടി പാടിയവനാ, നിനക്ക് വേണ്ടി പ്രസംഗിച്ചവനാ, നഷ്ടപ്പെട്ടു പോകല്ലേ, അങ്ങ് നിത്യതയെ കാണണേ. അതാ യേശു അകത്തുള്ളവൻ്റെ ലക്ഷ്യം. ഇന്ന് പകൽ ഈ ഉപവാസ പ്രാർത്ഥനയിൽ എവിടെയെങ്കിലും അഴിയാനുണ്ടെങ്കിൽ അഴിഞ്ഞോണം. ആരുടെങ്കിലും കുറ്റം പറയുന്നെങ്കിൽ നിന്റെ അകത്ത് യേശുവില്ല. അവിടെ കണ്ടത് ഇവിടെ പറയുന്നുണ്ടെങ്കിൽ അത് യേശുവില്ലാത്തത് കൊണ്ടാണ്. ആരുടെങ്കിലും ബലഹീനത ഉണ്ടെങ്കിൽ അത് വലുതാക്കുന്നത് യേശുവില്ലാത്തത് കൊണ്ടാണ്. ഇന്ന് പകൽക്കാലം യേശു അകത്തുണ്ടെങ്കിൽ, യേശു അകത്തുണ്ടെങ്കിൽ നിന്നെ കണ്ടാലറിയാം, നിന്റെ പ്രാർത്ഥന കേട്ടാലറിയാം, നിന്റെ ജീവിതം കണ്ടാലറിയാം. യേശുവിനെ പ്രസംഗിക്കാൻ എന്നെ ഭയങ്കര സന്തോഷം അറിയോ. സത്യം പറഞ്ഞാൽ നിന്നെ തെറ്റിദ്ധരിക്കരുത്. ഇപ്പോൾ ഏലിയാവ് മോശമൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര അസ്വസ്ഥത വരിക. കാരണം ഈ യേശുവുമായിട്ടൊരു പ്രേമം അങ്ങ് വർദ്ധിച്ചു. കർത്താവ് ചോദിക്കുക, കുഞ്ഞെ എന്നെ നീ സ്നേഹിക്കുന്നു, എന്നെ നീ സ്നേഹിക്കുന്നു. എല്ലാവരും കേട്ടില്ലെങ്കിലും എനിക്ക് വിഷയമൊന്നുമല്ല. ഒരാളിനകത്തുണ്ടെങ്കിൽ ഞാൻ ഹാപ്പിയാ. യേശു പ്രസംഗിച്ചപ്പോഴും സത്യത്തിൽ കർത്താവിൻ്റെ ശുശ്രൂഷയിലും എല്ലാവരും വചനം കേൾക്കാൻ വന്നവരല്ല. ചിലർ അപ്പം തിന്നാൻ വന്നവരാ, ചിലർ യേശു ശബത്തിൽ അത്ഭുതം ചെയ്യുന്നുണ്ടോ നോക്കാൻ വന്നവരാ, ചിലർ യേശു പറയുന്ന വാക്ക് കുറ്റം കണ്ടെത്താൻ വരുന്നവരാ. എന്നാൽ അതിൽ ഒരു ശേഷിപ്പുണ്ട്. മറിയെപ്പോലെ പാദപീഠത്തിലിരുന്ന, മറിയെപ്പോലെ പാദപീഠത്തിലിരുന്ന് അത് കേൾക്കുമ്പോൾ അകത്ത് കത്തലുണ്ടാകുന്നെങ്കിൽ ഇന്ന് പകൽക്കാലം ഈ ദൂതിൻ്റെ മുമ്പിൽ നിന്ന് ഉറങ്ങുന്നവരുണ്ട്, ഈ ദൂതിൻ്റെ മുമ്പിൽ വെറുതെ ഇരിക്കുന്നവരുണ്ട്. ഞാൻ ഇന്ന് പകൽ ആത്മാവെ പറയാം, നിങ്ങളെ ദൈവം സ്നേഹിക്കുന്നത് കൊണ്ടാണ് ഈ ദൂത് തരുന്നത്. ഞാൻ എന്നോട് കർത്താവിൻ്റെ ആത്മാവിനെ സംസാരിക്കുകൊണ്ടാണ് ഞാൻ കരയുന്നത്. കാരണം ഇന്ന് പകൽ ആത്മാവെ പറയാം, യേശു അകത്തുണ്ടെങ്കിൽ യേശുവിനെ വിചാരമില്ലാത്തവനാക്കി മാറ്റത്തില്ല നമ്മൾ. യേശു അകത്തുണ്ടെങ്കിൽ യേശുവിനോട് പിറുപിറുക്കത്തില്ല നമ്മൾ. യേശു അകത്തുണ്ടെങ്കിൽ നാം മറ്റുള്ളവരെ സ്നേഹിക്കും. എനിക്ക് തോന്നുന്നു ഞാൻ പ്രസംഗിച്ച പ്രസംഗത്തിൽ നിന്ന് പോയെന്ന് തോന്നുന്നു. പത്രോസ്, ഞാനത് പറഞ്ഞ ആ ദൂത് കർത്താവ് തരുന്നതല്ലേ നമുക്ക് ആവശ്യം, അല്ലാതെ പാസ്റ്റ് അവിടെ കുത്തി എഴുതിക്കൊണ്ട് വന്നതല്ലല്ലോ നമുക്ക് ആവശ്യം. അതുകൊണ്ട് നമുക്ക് വളർച്ചയില്ലാത്ത, നമുക്ക് വളരണമെങ്കിൽ കർത്താവ് നമുക്ക് തരുന്ന ദൂത് കേൾക്കണം. എത്ര എൻ്റെ കൂടെയുണ്ട്? യേശു അകത്തില്ലാത്തത് കൊണ്ടാണ് ചോദിച്ചത്, ഞങ്ങൾ നശിച്ചു പോകുന്നല്ലോ കർത്താവേ നിനക്ക്. ഇനിയും പറയരുത്, ഇനി എന്ത് ചെയ്യരുത്. നാശം മുന്നിൽ കണ്ടാൽ യേശുവിനോട് ചോദിക്കല്ല, കർത്താവേ നിനക്ക് വിചാരമില്ലയോ എന്ന്. കർത്താവിൻ്റെ സന്തോഷം പൂർണ്ണമാകത്തില്ല, നമ്മളെ ഓർത്ത് കരയും. യേശു അകത്തില്ലാത്തത് കൊണ്ടാണ് യേശു കരയ്ക്ക് ചോദിച്ചത്, നീ എന്നെ സ്നേഹിക്കുന്നോ? യേശു അകത്തില്ലാത്തത് കൊണ്ടാണ് അവൻ വാളെടുത്ത് മൽക്കിയാസിൻ്റെ കാത് എന്ത് ചെയ്തത്? അറുത്തത്. ഈ പത്രോസ അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായത്തിൽ വന്നപ്പോൾ യാക്കോബിനെ കൊന്ന ശേഷം
അടുത്ത പെരുന്നാൾ കഴിഞ്ഞിട്ട് അറവുശാലയിൽ ആടിനെ കൊണ്ട് കെട്ടിയേക്കുന്ന പോലെ ജയിലറയ്ക്കകത്ത് ഇവനെ കൊണ്ടിട്ടപ്പോൾ അതിനകത്തും സുഖമായി ഉറങ്ങിയത് യേശു അകത്തുള്ളത് കൊണ്ടാണ്. അല്ല, പറ്റത്തില്ല മക്കളെ, ഉറങ്ങാൻ പറ്റത്തില്ല. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിക്കോ. യേശു അകത്തില്ലെങ്കിൽ നിങ്ങളുടെ പ്രതിസന്ധിക്കകത്ത് നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റത്തില്ല. പത്രോസിനെ ഉറക്കി ദൂതൻ ഇറങ്ങി വിലാപ്പുറത്ത് എന്ത് ചെയ്തു? തട്ടി. മനസ്സിലാക്കുന്നുണ്ടോ? വിലാപ്പുറത്ത് തട്ടി. അവൻ എഴുന്നേറ്റു. അവൻ്റെ അകത്ത് ആരുണ്ട്? വാളല്ല അവൻ്റെ മുമ്പിൽ. പഴയ പത്രോസ് ആണെങ്കിൽ ഒരു കേവലം പെങ്കൊച്ചിൻ്റെ, ഒരു പെൺകുട്ടിയുടെ മുമ്പിൽ യേശുവിനെ അറിയുന്നില്ല എന്ന് പറഞ്ഞവൻ. നോക്ക്, യേശു പുറത്ത് നിൽക്കുക. പക്ഷെ ഇപ്പോൾ അവൻ്റെ അകത്ത് ആരുണ്ട്? യേശുവുണ്ട്. അകത്ത് യേശു വന്നപ്പോൾ ഹെരോദാവിന്റെ വാളിന്റെ മുമ്പിൽ പത്രോസ് നന്നായി ഉറങ്ങി. അകത്ത് യേശു വന്നപ്പോൾ പത്രോസിന്റെ അവസാനം തലകീഴായി ക്രൂശിച്ചതാ. ആ ക്രൂശിന്റെ മുമ്പിൽ അവൻ പിന്മാറിപ്പോയില്ല. കാരണം അവന്റെ അകത്ത് ആരുണ്ട്? യേശുണ്ട്. ഓ, നിങ്ങൾ പ്രതികരിക്കുന്നില്ല. നിങ്ങൾ പ്രതികരിച്ചാൽ ഈ വചനം എന്ത് കത്തുന്നറിയോ? ജീസസ്. കഴിഞ്ഞുപോയ പത്രോസിനെ നോക്ക്, ഇപ്പോഴുള്ള പത്രോസിനെ നോക്ക്. അകത്ത് കിടന്ന പത്രോസ്, യേശു അകത്തില്ലാതിരുന്നപ്പോൾ പിന്മാറിപ്പോയ പത്രോസ്, യേശുവിനെ ദുഃഖിപ്പിച്ച പത്രോസ്, യേശുവിനെ ചോദ്യം ചെയ്ത പത്രോസ്. പക്ഷേ യേശു പത്രോസിന്റെ അകത്ത് വന്നപ്പോൾ ഹെരോദാവിന്റെ വാളിന്റെ മുമ്പിൽ പതറിയില്ല. തലകീഴായി ക്രൂശീകരണം വന്നിട്ട് ആ പത്രോസ് കലപ്പയ്ക്ക് കൈവച്ചിട്ട് തിരിഞ്ഞു നോക്കിയില്ല. അവനെ ക്രൂശിൽ അവനെ ഏൽപ്പിച്ചു കൊടുത്തു. ക്രൂശിനെ പേടിച്ചില്ല. അകത്ത് ജയാളിയായ ഒരുത്തൻ ഉള്ളത് കൊണ്ട് ക്രൂശിനെ പത്രോസ് പേടിച്ചില്ല. കരമടിച്ച് സ്തോത്രം ചെയ്യ. നിന്റെ അകത്ത് ജയാളിയായ വിശ്വാസത്തിന്റെ പൂർത്തീകരണം വരുത്തുന്ന കർത്താവ് നിന്റെ അകത്തുണ്ടെങ്കിൽ ഇന്ന് പകൽ ആത്മാവിൽ ഞാൻ ദൂത് കൈമാറുകയാ. പരിശുദ്ധാത്മാവിൽ ഞാൻ ദൂത് കൈമാറുകയാ. നിന്റെ അകത്ത് യേശു ഉണ്ടെങ്കിൽ, നിന്റെ അകത്ത് യേശു ഉണ്ടെങ്കിൽ ആമേൻ, ക്രൂശീകരണത്തിന്റെ മുമ്പിലും പ്രതികൂലങ്ങളുടെ നടുവിലും ഏത് സാഹചര്യങ്ങളുടെ ഇടയിലും നീ തളരത്തില്ല, നീ ക്ഷീണിച്ചു പോകത്തില്ല. നീ അതിനെ ജയിക്കും, നീ അതിനെ ജയിക്കും, നീ അതിനെ ജയിക്കും. വിശ്വസിക്കുന്നവർ കരമടിച്ച് ആത്മാവിൽ സ്തോത്രം ചെയ്യാ. യേശു അകത്തുണ്ടെങ്കിൽ ക്യാൻസർ വന്നാൽ പേടിക്കത്തില്ല. യേശു അകത്തുണ്ടെങ്കിൽ ട്യൂമർ വന്നാൽ പേടിക്കത്തില്ല. യേശു അകത്തുണ്ടെങ്കിൽ ഹല്ലേലൂയ ഷുഗർ വന്നാൽ പേടിക്കത്തില്ല. കിഡ്നി തട്ടിപ്പോയാൽ പേടിക്കത്തില്ല. പാൻക്രിയാസ് അഴുകി പോയാൽ പേടിക്കത്തില്ല. കാരണം അകത്തിരിക്കുന്നവൻ യേശുവാണ്. ഓ, ഇന്ന് പകൽ യേശുവിനെ കൊണ്ട് പോകാൻ റെഡിയുള്ളവർ, യേശുവിന്റെ കൂടെ നടക്കാൻ ആഗ്രഹിക്കുന്നവർ, യേശുവിനെ പുറത്ത് നടത്തി ആമേ പോകാനല്ല, യേശു ഉള്ളിൽ വസിക്കാൻ ആഗ്രഹിക്കുന്നവർ, പൂർത്തിയാക്കുന്ന കർത്താവ് നിന്റെ കൂടെ ഉണ്ടെങ്കിൽ നിന്റെ വീടിനകത്ത് അത്ഭുതങ്ങൾ സംഭവിക്കാം. കരം രണ്ടു ചേർത്തടിച്ച് നന്നായി യേശു രാജാവിന് മഹത്വം കൊടുക്ക്. പരിശുദ്ധാത്മാവ് എനിക്ക് തന്ന വെളിപ്പാടാ, ക്രിസ്തു വെളിപ്പാടാ ഞാൻ പറഞ്ഞത്. ഇന്ന് പകൽ ഈ വെളിപ്പാടിനകത്ത് നിൽക്കാൻ റെഡിയാകുന്നവരെ ആത്മാവ് ഒരുക്കിയെടുക്കുകയോ. ഓ രാജാന രാജാന
അർദ്ധന ദീപൽ ഘടക സൈതന അർദ്ധക അരകൽ ഘടക സൈതന വൈഡക്ഷാനം ദേഹ ഘടകം ഭാരവരക്ഷം ദേഹ ഘടക. ക്രിസ്തുവിന്റെ ആത്മാവ് നിന്റെ അകത്ത് വസിക്കുന്നു. ആമേ. വേദപുസ്തകം ഇങ്ങനെ പറയുന്നു, ക്രിസ്തുവിന്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. നിന്നെ പിടിച്ചമർത്തുക, നിന്നെ പിടിച്ചു കുലുക്കുക, നിന്നെ മുമ്പോട്ട് വിടാതെ വെല്ലുവിളിച്ച ചില പൈശാചിക മണ്ഡലങ്ങൾ ഇന്ന് വക നിന്റെ നന്മയെ തടഞ്ഞ, നിന്റെ ആരോഗ്യത്തെ ബന്ധിച്ച, നിന്റെ കിടക്കയിൽ നിന്നെ അമർത്തിക്കളയ, കട്ടിൽ പറ്റാമെ പറ്റിച്ചേർക്ക, അസ്ഥിയോട് അസ്ഥി ചേർക്കാൻ വെല്ലുവിളിച്ച വ്യാപാരങ്ങളുടെ നടുവിൽ നീ എഴുന്നേറ്റ് നടക്കരുതെന്ന് പിശാച് നിന്നോട് വെല്ലുവിളിച്ച മേഖലയിൽ ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവിൽ ഇങ്ങനെ പറ, യേശു എന്റെ അകത്തുള്ളത് കൊണ്ട് ഞാൻ ഇവയെ ഭയക്കുന്നില്ല. ഓ രാജാനാഥ രാധ രാവണ ശബ്ദരാർവൽ യേശുവേ. ആരുന്ന് പകൽ യേശുവേ എന്ന് വിളിക്കും, ആരുന്ന് പകൽ യേശുവിന്റെ ആത്മാവിന്റെ ഉള്ളിലാക്കും, ആരുന്ന് പകൽ യേശുവിന്റെ ശക്തി വഹിക്കാൻ തയ്യാറാണ്. ഇന്ന് രാവിലെ പത്രോസിനെ പോലെ എവിടെയെങ്കിലും അകലം വിട്ടു പോയിട്ടുണ്ടെങ്കിൽ, കർത്താവുമായുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നീ അറിഞ്ഞോ അറിയാതെയോ കർത്താവുമായി ദൂരെയാണെങ്കിൽ, ഇന്ന് രാവിലെ ഈ ആലയം വിട്ടു പോകുന്നതിന് മുമ്പ് യേശുവിനെ നീ ഉള്ളിൽ കൊണ്ടുവരിക. യേശുവുമായി വീട്ടിലേക്ക് പോകും, യേശുവുമായിട്ട് നിന്റെ വീട്ടിലേക്ക് പോകും. നിന്റെ വീടിനകത്തിരിക്കുന്ന ശാപങ്ങൾ അഴിയും, ദാരിദ്ര്യം വഴിമാറും, കടഭാരം വഴിമാറും, നിന്ദകൾ വഴിമാറും. യേശുവുമായിട്ട് പടക് കയറുക, കാറ്റ് നിന്നെ തൊടത്തില്ല, ആമേ, തിരമാല നിന്നെ വഹിക്കത്തില്ല. യേശുവുമായിട്ട് നീ യാത്ര ചെയ്യ. പത്മോസിന്റെ ഏകാന്തതയിൽ നീ കിടന്നാലും യേശു ഉണ്ടെങ്കിൽ നീ അവിടെ ജയാളിയാണ്. ആമേ. യോഹന്നാനെ, ആരെയൊക്കെ കഴുകൻ കൊത്തിയാലും, ആരെയൊക്കെ തീർത്ത് കളഞ്ഞാലും, ആമേ ആമേ, പത്മോസ് ഒതുക്കി കളഞ്ഞാലും, യേശു അകത്തുള്ള യോഹന്നാനെ, നിന്നെ പത്മോസിൽ നിന്ന് എഫെസോസിലേക്ക് തിരികെ കൊണ്ടുവരാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒന്ന് കേട്ടെ, ഞാൻ ആ വെളിപ്പാട് കൂടെ പറയാം. ഇവിടെ നിൽക്കുമ്പോൾ കർത്താവ് തന്ന വെളിപ്പാട് പറയാ. ഡൊമിഷ്യന്റെ കാലത്ത് യോഹന്നാനെ യേശു നിമിത്തം പിടിച്ചു. യേശു നിമിത്തം പിടിച്ചിട്ട് വലിയൊരു ഗാലറിയുടെ നടുക്ക്, എൻ്റെ ഭാഷ പറഞ്ഞാൽ വലിയൊരു അണ്ടാവുണ്ടാക്കി. അണ്ടാവിനകത്ത് എണ്ണ നിറച്ചിട്ട് ആഴി കൂട്ടി തിളപ്പിച്ച് യോഹന്നാനെ എടുത്താൽ കിട്ടും. എന്താ ലക്ഷ്യം? കരിയണം, കരിക്കട്ടയാകണം. ആമേൻ. ചിക്കൻ വറുത്തു കോരുന്നത് പോലെ യേശു ഉള്ളവനെ വറുത്തു കോരണം. ലക്ഷ്യം ഒന്നേ ഉള്ളൂ, ഇവൻ യേശുവിനെ പ്രസംഗിക്കരുത്, ഇവൻ യേശുവിനെ നിൽക്കരുത്. പക്ഷേ അകത്ത് യേശു ഉള്ളവൻ തിളയ്ക്കുന്ന എണ്ണയ്ക്കകത്ത് കരിയായ നല്ല പച്ചവെള്ളത്തിൽ കിടക്കുന്ന പോലെ, യോഹന്നാൻ പച്ചവെള്ളത്തിൽ കിടക്കുന്ന പോലെ രോമം പോലും കത്തിപ്പോകാതെ അവൻ പുറത്തു വന്നത് യേശു അവന്റെ അകത്തുള്ളത് കൊണ്ടാണ്. ചന്ദ്രക്ക് മേശക്ക് അഹേന്ദ്രകവും 3 പുരുഷന്മാരെ എരിയുന്ന തീച്ചൂടലേക്ക് എടുത്തിട്ടപ്പോ രാവിലെ രാജാവ് എഴുന്നേറ്റ് നോക്കിയപ്പോ കണ്ടത് ദൈവ പുരുഷന്, ദൈവപുത്രന് സാദൃശ്യമായി ഒരുവൻ അവന്റെ കൂടെ നാലാമനായി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. ഇന്ന് പകൽ നിന്റെ തീച്ചൂടക്കകത്ത് യേശു ഉണ്ടെങ്കിൽ നിന്റെ രോമം കത്തില്ല. നിന്നെ എടുത്തിട്ടവർ ചാമ്പലാകും, പക്ഷെ നീ ചാമ്പലാകത്തില്ല. യേശു അകത്തുള്ളവർ മാത്രം ഇന്ന് രാത്രി ചലിക്കട്ടെ, ഇന്ന് വക ചലിക്കട്ടെ, ആത്മാവിൽ ചലിക്കട്ടെ. ഹല്ലേലൂയ. ഓ
ആരാധിക്കും ഞാൻ അങ്ങേ പൂർണ്ണമായി, സ്നേഹിക്കുന്ന ഞാൻ അങ്ങേ മറ്റെന്തിനേക്കാൾ, ആരാധിക്കും ഞാൻ അങ്ങേ പൂർണ്ണമായി. യേശുവേ, യേശുവേ, നിന്നെ കാണണം അപ്പാ, ഞാൻ നിന്നെ കേൾക്കണം അപ്പാ, ഞാൻ വീട്ടിൽ പാർക്കണം അപ്പാ, നിന്നൊപ്പം നടക്കണം അപ്പാ, ഞാൻ നിന്നെ കാണണം പിതാവേ. അപ്പാ, ഞാൻ നിന്നെ കേൾക്കണം അപ്പാ, ഞാൻ വീട്ടിൽ പാർക്കണം അപ്പാ, ഞാൻ ഒപ്പം നടക്കണം അപ്പാ. കരമുയർത്തി എന്ന് പറഞ്ഞ് അപ്പാ, 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 അപ്പാ. കരയാൻ പറ്റുമെങ്കിൽ ഒന്ന് കരഞ്ഞോണ്ട് അപ്പാ, ഓ അപ്പാ, 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 സഖരദരബരബര. യേശു നമ്മുടെ അകത്ത്, യേശു പുറത്തല്ല, യേശു പടകിലല്ല, യേശു വീട്ടിലല്ല, യേശു പള്ളിയിലല്ല. യേശുവിൻ്റെ അകത്ത് വരണം എന്ന് ആഗ്രഹിക്കുന്നവർ മറുതോട് കരം ചേർത്ത് പിടിച്ച് ഒരു വാക്ക്, കർത്താവേ, ഞാൻ ഈ മക്കളെ അനുഗ്രഹിക്കുന്നു. യേശു അങ്ങ് ഞങ്ങളുടെ കൂടെ വരണമേ, നീ ഞങ്ങളുടെ വീട്ടിൽ വരണമേ, ഞങ്ങളുടെ ഉള്ളിൽ വരണമേ. അങ്ങയുടെ കൂടെ നടക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അങ്ങയുടെ സാന്നിധ്യം ഞങ്ങൾക്ക് നൽകി തരണമേ. ഇന്ന് രാവിലെ ഞങ്ങളോട് പറഞ്ഞ ദൈവിക ദൂതനായി സ്തോത്രം. കർത്താവേ, അവിടുത്തെ വചനത്തിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ.